അപ്പോൾ സുഹൃത്തുക്കളെ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മൾ മുന്നേ കാണിച്ചതുപോലെ ഇന്റർസോണിൻ്റെ പ്രിപ്പറേഷൻസ് ഇരുന്ന്. അപ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ അടുത്ത വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി പറയാല്ല, തലേന്ന് ഇന്റർസോണിന്റെ തലേന്നാണ് അത് ഫുള്ള് കാണിപ്പോ. അവസാന രാത്രി ഫുൾ ലൈറ്റ്, ഫുൾ കിടിലം പ്രിപ്പറേഷൻ. ഇവിടെ ആദ്യം കെട്ടുന്നുണ്ട്. ഒരു ആദ്യം ഈ ഡയലോഗ് ഒന്ന് വായിച്ച വായിക്ക് മലയാളാണ്. നമ്മളെ കുഞ്ഞുവിന്റെ സ്വന്തം പേരക്കുട്ടി. ഞങ്ങൾക്ക് അജുവിന്റെ അടുത്ത് ബോൾ കൊണ്ടെടുക്കാം. അജു ബോൾ. ഈ ഫ്രെഡിന്റെ കടി കൊണ്ട് കടിയൊന്നുമല്ല, ഇപ്പൊ കെട്ടിക്കൊടുക്കും. 1000 വട്ടം പറയണ ഇങ്ങനത്തെ കൗത്തിരണ്ട. ആദ്യല്ലേ എല്ലാരും ഒന്ന് സമാധാനപ്പെടി, അപ്പൊ കിട്ടും. സമാധാനപ്പെട്ടപ്പോഴെ കിട്ടി. ഓരോ ബോൾ വിശാൽ കാളന്റെ പേര് കണ്ടുപിടിച്ച വിശാലാണ്. കാള ഫിനാൻസ്. അങ്ങനെ 3 ഉദ്ദേശിക്കുന്നുണ്ട്. പരിപാടി ഉഷാറാണ്. എന്തായി ഇവിടെ എന്തായി? പ്ലേറ്റ് മോറാൻ കുറച്ച് ആൾക്കാർ പോയി. നല്ല സ്കൂട്ടായി ഫ്രെഡി തോളത്ത് കൂടി ഷെട്ടി. ചിരിക്കും. അതാ ടോട്ടല് 33 ബോള് 33 കാർബോർഡ് കിട്ടണം കേട്ടോ. കറക്റ്റ് ഒന്നും ഉണ്ടാവുള്ളൂ. ശരി രാജാവേ. ഇങ്ങോട്ട് തള്ളല്ല, അതൊന്നും ഇവിടെ നടക്കൂല. ആ കത്തിണ്ട് അതെന്താ പൊത്തല്ലി. അജ്മലെ കത്തിയോടെ ഒരു 5 മിനിറ്റ് ഇപ്പൊ വരും. വിശാല കത്തി കൊടുത്തോ. പൊന്തിച്ച് കെട്ടേ. ബാത്തിക്കിട്ടാ നമുക്ക് അത് ഫ്രെഡ് കേടെടുത്ത മാതിരി കേടെടുത്തല്ലോ. മിസ്റ്റർ ഫ്രെഡി പടക്കം പൊട്ടിച്ചില്ല. പൈസ ഗ്രൂപ്പിലുണ്ട്. നമ്മളാ യൂട്യൂബ് വരുമാനത്തിന്ന് കൊടുത്താള്. എന്തിനാളിയാത്ത ഒന്നുമില്ല. നമ്മളെ ഇതാ തന്നെ ഇത് ഇവിടുത്തെ ചർച്ച മനസ്സിലായി. എത്ര പേരെ വണ്ടി? എന്താ തെറ്റിയാളെ? എന്താണ് എന്താ അത് ആർക്കാ മെസ്സേജ് അയക്കണേ? നടക്ക് പണിയുണ്ട്. NSS പോയി. എന്ത് പണിയെടുക്കാൻ നിക്കണേ? പൈസ വരില്ല.
കൊറേ ഉണ്ടാക്കുമല്ലോ പെണ്ണുങ്ങൾ. അല്ല എന്തിനാണ് പടക്കം പൊട്ടിക്കണേ? ഇന്റർസോണല്ല, വിഷു. പരിപാടിയായി വിഷു. വിഷു 2.0. അതിനെ നമ്മള് ഞാനും ഉണ്ടോ? ഞാനും ഉണ്ട്. അപ്പോ നാളെ നിങ്ങൾ വരുമ്പോ ഇവിടെ തിളങ്ങും മിന്നും. പൈസ കൊടുത്ത ആദ്യം ഏത് നൂൽക്കാരാ? ആ ബാക്കിയുണ്ട്. ഇതാ ഏത്? ഇനിയും കൊടുക്കുന്നതാണ്. അല്ല ഇത് പൊട്ടിയതാ ആദ്യേ. ഈ പറക്ക പൊട്ടിക്കല യൂണിയന്റെ പൈസ കൊടുക്കാന് പൈസ എന്ന് പറയുമ്പോ മടി. നല്ല പാടൂലേ കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ. അതല്ല ഇതൊക്കെ വേറെ ഡാഷ് കൊറേ ബോൾഡല്ലേ വിശാല. അമൗണ്ട് എത്ര വേണം? അല്ല ജെടി ബാക്കിയുള്ളവരെ കിട്ടി. മറവാന്റെ തരാണ്ട് ഓരോരുത്തരും ഇതല്ലേ ഇതെന്താണ് ഈ കെട്ട്? ഈ കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് ഈ സൗത്ത് ഇന്ത്യയിൽ കണ്ടുവരുന്ന ഇതാനാ ഈ കെട്ട്. എന്തിനാ അറിയാം? റിലേഷൻ സെറ്റ് ആവാന്. അപ്പൊ എല്ലാരും വീട്ടിൽ നിന്ന് വരുമ്പോ ഒരു നൂലേറ്റ് വരാം, എന്നിട്ട് ഇതിനെ കെട്ടാ. അല്ല ആ കെട്ടല്ല, കല്യാണ കെട്ടല്ല, റിലേഷൻ സെറ്റ് കുട്ടിയില്ലാത്തവർക്കോ? കുട്ടിയില്ലാത്തവർക്ക് ബോംബാടേ പടക്ക എന്റെ ഈ കെട്ടിക്ക് നല്ല കെട്ടുണ്ട്. അതായിട്ട് മതിയായിട്ട് ട്രെയിനില് കിട്ടാളോ? ആ പ്രശ്നമില്ല, എവിടെയും കിട്ടിക്കൂടാ.